വെച്ചറബേ ആകെ തലയൊക്കെ പെരുക്കണ മാരിക്ക് എന്തൊക്കെയാ ആകണ. കുഞ്ഞോക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, ഓള് 2 ദിവസം ഇവിടെ വന്ന് നിക്കുവോ. ആ ഹലോ കുഞ്ഞോളെ. ഹലോ, എന്തോ ഉമ്മ? അതെ, ഉമ്മ വിളിച്ച എന്താ അറിയോ? ഉമ്മാക്ക് തീരെ വെജ്ജ, ആകെ തല പെരുക്കണ മാരിക്ക് എന്തൊക്കെയോ ആകെന്നെ. 2 ദിവസം ഇവിടെ വന്ന് നിക്കുവോ? ഞാൻ ഹോസ്പിറ്റലിലും ഒന്ന് പോയോക്കേനി. അത് കഴിയില്ലമ്മ. എനിക്കാണെങ്കിൽ ജോലിയും കാര്യമൊക്കെ ഉള്ളതല്ലേ, അപ്പം അതിന് പോകണം. പിന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അറിയാലോ, ഇക്കാക്ക് ഭയങ്കര പ്രശ്നമാകും. എനിക്കിപ്പോൾ അവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റൂല. എത്രങ്ങാനും ദിവസമായി കുഞ്ഞോളെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. എന്തോ ഉമ്മ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വരാൻ കഴിയില്ല. എനിക്ക് ഇവിടെ 100 ജോലികളുള്ളതാ, എനിക്ക് വരാൻ കഴിയൂല. ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയോക്കെ ഇനി കരുതി കണ്ട ബുക്ക് ചെയ്യൊക്കെ മാണ്ടേ. അതിന് നിങ്ങൾ അവിടുന്ന് ആരെങ്കിലും കൂട്ടി പോയിക്കോളൂ, എനിക്കിപ്പോൾ കഴിയില്ല. ഞാൻ ഇപ്പൊ ജോലിയിലാണ്. വെക്കലും കഴിഞ്ഞോള്. എത്താപ്പ കഥ. ആ പെണ്ണൊന്നും ഇങ്ങോട്ട് വരുന്നും കൂടി ഇല്ലല്ലോ. സുഖം കൂടിയപ്പോ ഇപ്പൊ ഉമ്മാനെ മാണ്ട. അതന്നെ ഇപ്പത്താ കാട്ട. അയച്ചാത്ത വാതിലൊക്കെ തുറന്നിട്ടല്ലോ. അയച്ചാത്ത ആരാപ്പത്? ഇത് ജീനില്ലേ? നിങ്ങളെവിടെ ഇനി വാതിലൊക്കെ തുറന്നിട്ടുങ്ങാണ്ടാ പോയിക്കുന്നത്? ഞാൻ വാതിൽ അടച്ചിട്ട് ഒരു ഓർമ്മയില്ല. പിന്നെ എന്റെ മക്കളൊക്കെ ഇവിടെ വന്നീനെ, അപ്പൊ എല്ലാരും പാടെ അങ്ങ് കൂടി. ജെസ്സിയും സൂമി എല്ലാരും വന്നീനെ. അപ്പൊ പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ കുറച്ച് ബിരിയാണി ഇങ്ങോട്ട് കൊടുക്കുന്നതേനെ. എല്ലാരും വന്നിക്കണോ? അതാ മക്കളായ അങ്ങനെ കേൾക്കാരോ. നിന്റെ ആടി ഉണ്ടല്ലോ ഒന്ന്. ആ കുഞ്ഞോളെത്രങ്ങാനേക്കണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് കയറും. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി ഒക്കെ ഒന്ന് വിളിച്ചിട്ടുള്ളൂ. എനിക്കാണെങ്കി തീരെ വെജ്ജ. അപ്പൊ ഞാൻ ഓളോട് 2 ദിവസം ഒന്ന് ഇവിടെ വന്ന് നിക്കു കുഞ്ഞോളെ അറിഞ്ഞിട്ട് ഓക്ക് വെജ്ജ. ഓക്ക് ഇപ്പൊ അവിടെ നല്ല സുഖാണല്ലോ. അതില്ല ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നല്ല. എത്താപ്പ കാട്ട, നമ്മക്ക് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. തന്നെത്താ ഞാൻ അവിടെ പോയിക്കാന്നൊക്കെ കരുതും. അവിടെ പോയിക്കണ തോന്നി ഓക്ക് പറ്റൂല. ഞാൻ ചെന്നാൽ തന്നെ എന്നെ വേഗം അവിടുന്നാണ്ട് പൊയ്ക്കോളി അറിഞ്ഞങ്ങാണ്ട് പറഞ്ഞേക്കോ. അപ്പൊ പിന്നെന്നാ ഓക്ക് ഇവിടെ വന്നൂടെ? ഇവിടെ ആരും ഇല്ലല്ലോ. എനിക്കറിയില്ല ഞാൻ ഓളെ എങ്ങനെയാ നോക്കിക്കണത് എന്നുള്ളത്. എനിക്കറിയില്ല എങ്ങനെയാ നിങ്ങൾ ഓളെ നോക്കിയും കാട്ടിയൊക്കെ. ഒന്നും കടം വാങ്ങിയും അടുക്കളയിലും അവിടെയും ഇവിടെയും പണിയെടുത്തും കാട്ടി എങ്ങനെയാ ഞങ്ങൾ പൈസ ഉണ്ടാക്കിയതും കാട്ടും ഓളെ പഠിപ്പിച്ചതെന്നൊക്കെ വെച്ചറിയണ്ടല്ലേ. ഒന്നും ഓർമ്മ ഉണ്ടാകൂല കുറച്ച് കഴിയുമ്പോളേ. ഓളെ വാപ്പെട്ട് പോയിട്ട് ഞാൻ അക്കോലത്തിലോളെ നോക്കിക്കണ്ട്. ഇപ്പൊ ജോലി ഉണ്ട്, അതുണ്ട് ഇതുണ്ട് പറഞ്ഞാണ്ട് എന്റെ അടുത്ത് ഒന്ന് വരാനും കൂടി കഴിയില്ല. എനിക്കറിയൊക്കെ വിളിച്ചിട്ട് 4-5 ദിവസം. അതുകൊണ്ടല്ലേ അന്നൊന്ന് വിളിച്ചു നോക്കി. അപ്പൊ ആൾക്ക് തിരക്കാണ് അറിയലും വെക്കലും ഒക്കെ കഴിഞ്ഞു. ആരോടാ പറ, എന്റെ വിജയിക്കാരൻ അല്ലാത്ത സാരില്ലാത്ത. ഞങ്ങൾ തൊട്ടടുത്തില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോണ്ട് നിങ്ങൾ ഒരു മടിയും വേണ്ട. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പറഞ്ഞാണ്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇന്ന് പോകണമെന്ന് ഞാൻ നോക്കട്ടെ. പറ്റ വെച്ചെങ്കിൽ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒക്കെയും കാട്ടൊക്കെ വാങ്ങുമല്ലോ കാണിച്ചണെങ്കിൽ. ഇന്ന് ഇനി ഏതായാലും പറ്റൂല. ഇപ്പൊ നാളൊക്കെ എന്തെങ്കിലും നോക്കാം. ഞാൻ നോക്കട്ടെ എന്താ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കിടക്കേനി. പറ്റ വയ്ക്കൂലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നാ നിങ്ങളിന്ന് കിടന്നു ഇതാക്കിയൊക്കെ നോക്കി. നമ്മൾ മാറ്റല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ പോകാം. രാവിലെ ബുക്ക് ചെയ്യുന്നാട്ടും ചെയ്തുങ്ങാണ്ടേ. എനിക്കെങ്കിലും തോന്നിയല്ലോ പറയാൻ. പാത്രം മാണ്ടടി? പാത്രം ഇപ്പൊ ഒന്നും മാണ്ട. അത് ഞാൻ പിന്നെ വന്ന് മാങ്ങി. അല്ല നിങ്ങൾ അങ്ങോട്ട് പോരുമോ? അവിടെ എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിക്കണോ? അവിടെ അങ്ങോട്ട് പോരി. അവിടെ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഒന്ന് കാണും കാട്ടൊക്കെ ചെയ്യുക. ഞാൻ വരണ്ടേ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ഏതായാലും ഓലൊക്കെ കണ്ടിട്ട് കൊറേ അയക്കുന്നല്ലോ.
വേദി കണ്ടിട്ടോ. കിടന്നിട്ട് ആർക്കല്ലെങ്കിൽ എന്നെ വിളിച്ചോണ്ടി. ഫോൺ അടുത്ത് തന്നെ വെച്ചാണ്ടി. എന്നാ ഞാൻ പോയി തരാം കേട്ടോ. ആയിക്കോട്ടെ. വാതിലൊക്കെ കുറ്റിയിട്ടും കാട്ടി നിന്നോണ്ടി. ഞാനിപ്പോ വന്നപ്പോ തന്നെ വാതില് തുറന്നെടുക്ക. ഞാൻ എത്തയല്ലേ. ആയിക്കോട്ടെ, ഞാൻ പോട്ടെന്നാ. കുഞ്ഞോക്ക് എന്നെ ഒന്ന് കാണാനും കൂടി കൂടിയില്ലല്ലോ. ഒരൊറ്റപ്പെട്ടൊരു ജീവിതം. ഞാൻ എൻ്റെ കുഞ്ഞോക്കും വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാലം ഞാൻ അവളെ ചെറുപ്പം മുതൽ ഇത്രയും കാലം ഞാൻ വളർത്തിക്കോളെ. ഓക്കും വേണ്ടി ഞാൻ ജീവിച്ച്. എവിടെ പോയി പണിയെടുക്കാനും കാട്ടാനും ബാക്കിയില്ല. അക്കോലത്തില് ഞങ്ങളെ നോക്കിയിരിക്കണം. കുഞ്ഞോളെ, എന്നാ കുറച്ച് പാലുടിച്ചാ. ഇത് കൊറേ നേരമായില്ലേ ഇത്തും വായനൊക്കെ ആയിട്ട് കുത്തിരിക്കണം. കുറച്ച് പാലുടിച്ചല്ല, ക്ഷീണം മാറാൻ നല്ലത്. എന്നാ കുറച്ച് പാല് നിങ്ങൾക്കും കൂടി കുടിച്ചുകൂടെ അമ്മ? നിങ്ങൾക്കാണ് ഇന്റെ കാട്ടി ആരോഗ്യമില്ലാത്തത്. അതാപ്പൊ നല്ല കഥ തന്നെ. എനിക്ക് ഇനി ഈ കാലത്താണ് ഇതൊക്കെ കുടിച്ചണ്ടില്ലേ. എനിക്കിപ്പൊ തൽക്കാലത്തിന് പഠിച്ചോണ്ട് ആദ്യത്തോണ്ട് എനിക്ക് നല്ല നോക്കാനുള്ള ആരോഗ്യം ഇതൊക്കെ പഠിച്ചോണ്ട് തന്നിക്കണം. ഇജിപ്പൊ കുടിച്ചും കാട്ടൊക്കെ ചേച്ചി ഇജിപ്പൊ നല്ല നിലയിലെത്തി കാണണം. അതാണ് ഇപ്പൊ എന്റെ മനസ്സില്. പഠിച്ചും കാട്ടി നല്ലൊരു ഇതിലെത്തണം. ഞാൻ ഉമ്മാന്റെ മരിക്ക് കിടന്ന് കഷ്ടപ്പെടാൻ പാടില്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഗതിയിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഫീസ് അടിച്ചില്ലേ? ഫീസൊക്കെ ഞാൻ അടിച്ചു. ഞാൻ ഖദീജാത്തന്റെ അടുത്തുനിന്നേ അടുത്ത ആഴ്ചക്ക് ഉള്ളിനും കൂടി പൈസ ആക്കി ഇങ്ങോട്ട് വാങ്ങിക്കാണ്. ആ ഫീസ് കണ്ട് അടിച്ചതിന് സമാധാനം ആവില്ലല്ലോ വിചാരിച്ചിട്ടേ. പിന്നെ നമ്മളെ സെമീറാത്തുണ്ടല്ലോ, അതെനിക്ക് നല്ലൊരു കല്യാണാലോചന ആയിട്ട് വന്നിരുന്നു. എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ടട്ടോ. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു പഠിച്ചാണ് കാട്ടാണെന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞേക്കും കാട്ടൊക്കെ ചെയ്യാലോ. അങ്ങനെ ഞാൻ കരുതി. പിന്നെ അതല്ല എനിക്കൊരു സങ്കടം. അന്നെ കെട്ടിച്ചയക്കും കാട്ടി ചെയ്താൽ ഞാൻ ഒറ്റക്കാകുമല്ലോ. കുട്ടി പോകുമല്ലോ അവിടെ. അപ്പോഴേക്ക് നിങ്ങൾ ഇമോഷണലായി. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിന്നെ നിങ്ങൾ ഇവിടുന്ന് കെട്ടിച്ച് നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് കെട്ടിച്ചയച്ചാൽ ഞാൻ ഇവിടുന്ന് പോകും നിങ്ങൾ വിചാരിച്ചണ്ട. എനിക്ക് നിങ്ങളെ കാണാതെ നിൽക്കാൻ കഴിയില്ല. എവിടേക്ക് കെട്ടിച്ചയച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാവും നിൽക്കുന്നു. അല്ലാതെ പിന്നെ ഇവിടുന്ന് നാടെടുത്താന്ന് ആരും കരുതണ്ട. എന്നാ മതി. ഞാനേ കുറച്ച് മീൻ വാങ്ങിനി. അത് പൊരിച്ചേക്കാട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്താലേ വീട്ടും വായനൊക്കെ കഴിഞ്ഞിട്ട് പറയും. നമുക്ക് ചോറ് കഴിച്ചാ ഞാൻ പാക്കിന് അത് ശരിയാക്കട്ടെ കേട്ടോ. ഞാൻ എന്നാ പഠിച്ചു കഴിഞ്ഞിട്ട് വരാം. കുറച്ചും കൂടെ ഉള്ളു. പാല് വേഗം കുടിച്ചിട്ടോ, ക്ഷീണമൊക്കെ പോയിക്കോട്ടെ. ഞാൻ കുടിക്കമ്മ. എന്നെ ഒരു കാര്യം. ആര് ഫോണ്? കുഞ്ഞോളാണല്ലോ. ഹലോ കുഞ്ഞോളെ. ഹലോ അമ്മ. ഞാൻ നേരത്തെ ബിസി ആയിരുന്നത്, പിന്നെ ഞാൻ വേഗം കട്ടാക്കിയത്. പിന്നെ എനിക്ക് വന്ന് നിൽക്കാനൊന്നും പറ്റൂല. പിന്നെ ആണെങ്കിൽ ഇവിടെ കൊടുന്ന് നിർത്താനും കഴിയൂല. പിന്നെ ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതാ. കാക്കാക്കും പറ്റൂല ഇവിടെ നിങ്ങളെ കൊടുന്ന് നിർത്തിയാൽ. നിങ്ങൾ ഈ നാടൻ സംസാരം എന്തൊക്കെ ഒരു കൾച്ചറില്ലാത്ത പെരുമാറ്റവും കാര്യം ഇതൊന്നും ഇവിടെ നടക്കൂലമ്മ. നിങ്ങളിപ്പോൾ തൽക്കാലം ആബിദാത്തന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. ആയിക്കോട്ടെ എന്നാ. ആബിദാനെ ആരെങ്കിലും കൂട്ടി പോയിക്കോളാം. ഓക്കെ എന്നാ. ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. ഞാനൊക്കെ ഒരു കുറവാ. ശരിയാണ്. എന്റെ ഈ ചേലും കോലൊന്നും
ഓലതിനൊക്കൂലല്ലോ. ഏതായാലും നാളെ ആബിദാനെ കൂട്ടി പോകാം ഹോസ്പിറ്റലിക്ക്. അല്ല എന്താ കാട്ട്. ഓളെ പാത്രം കൊടുക്കാനും ഉണ്ടല്ലേ. ഏതായാലും അവിടം വരെ പോയി കണ്ടൊന്ന് കൊടുത്തു വരാം. ഓളെ കുട്ടികളും നിലക്ക് ഒന്ന് കാണും ചേച്ചാലോ. ഇന്നും വിലക്ക് എന്ന് കണ്ടതാ. അങ്ങനത്താണെങ്കിൽ കനള്ളമായിരിക്ക്. എന്താണാവോ, ഗ്യാസും കയറിയാവും. കുടുങ്ങി ഇതൊക്കെ ആണെങ്കിൽ തീരാനും വയ്ക്കണം. ഏതായാലും നാളെ പോകുമ്പോ എന്താ വെച്ചാ കാട്ടാം. എത്ര വേദന ഇത്. ആബിദ, ആബിദ ഓടി വന്ന. അല്ലാ, എന്ത് അയച്ചാത്ത പഠിച്ച റബ്ബേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അയച്ചാത്ത സുമിയെ, നബി ഓടി വാ, കുറച്ച് വെള്ളം എടുത്ത് വേഗം വാ. പഠിച്ച റബ്ബേ, അയച്ചാത്ത. ഹലോ ഹലോ, കുഞ്ഞോളല്ലേ? അതെ, എനിക്കെന്നെ മനസ്സിലായോ? ആബിദാത്തല്ലേ? നമ്മളൊക്കെ അറിയില്ലേ? പിന്നെ അറിയാതെ. എന്തൊക്കെയുണ്ട് ഇത്താ വിശേഷം? അല്ല കുഞ്ഞോളെ, എനിക്ക് എന്നോടൊരു കാര്യം ചോദിച്ചാണ്ട്. എന്താ മനസ്സിലാക്കിക്കണത്? അമ്മാനെ ഉമ്മ എത്ര സുഖമില്ലാതായിട്ട് എന്നെ എത്ര വട്ടം വിളിച്ച്, എന്നോട് എത്ര സങ്കടം പറഞ്ഞു അറിയാത്. അന്നെ എത്ര വട്ടം വിളിച്ചിട്ട് എന്താ പറ്റ സുഖമില്ലാതായിട്ടാണ്. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനും 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനൊക്കെയാണ് ചോദിച്ചത്. എന്നിട്ടിപ്പോ എൻ്റെ അവിടേക്കൊന്ന് വരിക കാട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പറ്റിയില്ലല്ലേ. എനിക്കിപ്പോഴല്ല എൻ്റെ അമ്മ വലിയ ബാധ്യതയായിട്ട് മാറിയത്. ഇതിപ്പോ പറഞ്ഞല്ലോ, എനിക്ക് പഠിപ്പ് മറ്റേത് മറിച്ച് എന്താ ജോലി ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അതൊക്കെ കിട്ടാൻ കാരണം ആരാന്ന് ആലോചിക്കണോ? ഇത് വലിയൊരാളും ഇപ്പൊ ഇങ്ങോട്ട് ആയത്. കുറച്ച് പൈസയും കാര്യം ഉണ്ടായപ്പോ ഇങ്ങോട്ട് വലിയ ആളായില്ലേ. ഇത് പഠിച്ചും കാട്ടും ചെയ്യുന്ന ടൈമില് എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് അറിയും. എൻ്റെ ഇപ്പം എന്നെ ഇട്ട് പോയിട്ട് എൻ്റെ അമ്മ എന്നെ എവിടെയും കൊണ്ടാക്കി ഒഴിവാക്കി ചെയ്യാതെ ആ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങുന്നത് അത്. അന്ന് മുതൽക്ക് അന്നെ ഇത്രയും വലിപ്പത്തിലാക്കി നല്ലൊരു ഇതിക്ക് കെട്ടിച്ചായ്ക്കും കാട്ടി ചെയ്തപ്പോ ഇപ്പൊ എനിക്ക് വലിയ കുറച്ചിലില്ലേ എൻ്റെ അമ്മാനെ. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇത് കരഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. അങ്ങോട്ട് വന്ന് നോക്കുമ്പോണ്ട് ഇവിടെ ആ ബാക്കില് സ്റ്റെപ്പുമ്മേല് വീണ് കിടക്കണ്. അതിൽ ഞങ്ങൾ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കിനും മരിച്ചിക്കണു. ഇത് കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉണ്ടാവുമ്പോ ഇത് നോക്കണ്ടീന്. എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അമ്മനെ കാണണം. എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്. ഞാൻ ഇപ്പൊ തന്നെ പോരാ. എൻ്റെ അമ്മ ജീവനോടുള്ളപ്പോഴും സൗകര്യം കൊടുത്തില്ല. മറയണീന് മുമ്പൊന്ന് മണെ ഒന്ന് കണ്ടോ? എൻ്റെ അമ്മ. ഞാൻ വെക്കുക. ഇങ്ങനത്തെ ഒന്നും അവസ്ഥ ആർക്കും കൊടുക്കാതെ കട്ടെ. ചെറുപ്പേ.